Good morning, students. Today we are going to study the moment of inertia of a ring. So, first one, the axis. So, we are calculating the moment of inertia of a ring about an axis passing through its center and perpendicular to its plane. So, we are going to calculate the moment of inertia of a ring about an axis passing through its center and perpendicular to its plane. As we all know that the moment of inertia of a body which is not a constant and which depends on its axis of rotation. So, axis of rotation is a crucial one. So, we are calculating the moment of inertia of a ring about an axis passing through its center and perpendicular to its plane. So, I will draw a diagram. So, which is an imaginary axis which passes through the center and perpendicular to its plane. So, ring means there is mass distribution only at the rim portion. So, this is the edge portion. So, there is mass distribution only along this portion, that is called a rim or edge. അപ്പോൾ അവിടെ മാത്രമേ മാസ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളൂ. ഇതാണ് നമ്മുടെ റിംഗ് പോലെയുള്ള ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഇരിക്കും അല്ലേ. അപ്പോൾ ഈ റിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ എഡ്ജിൽ മാത്രമേ മാസ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളൂ, ഇൻസൈഡ് പോർഷൻ എല്ലാം ഹോളോയാണ് അല്ലേ. ഇനി ഈ ആക്സിസ് ഏതാ? ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. അപ്പോൾ നമുക്ക് ഈ റിങ്ങിൻ്റെ പ്ലെയിൻ ഇതാണെന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആക്സിസ് ഇത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്സിസ്, ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. ദെൻ ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് റിങ് ഇത് ഇങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നു അല്ലേ. ഈ ഒരു രീതിയിൽ റിങ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അല്ലേ, ആ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ വരച്ചേക്കുന്നത് അല്ലേ. moment of inertia of a ring about an axis passing through its center അല്ലേ. എന്നിട്ട് ഇങ്ങനെയായിരിക്കും ആ ബോഡി റൊട്ടേറ്റും ചെയ്യുന്നത്. സോ റേഡിയസ് ഓഫ് ദി റിംഗ് ഈസ് ക്യാപിറ്റൽ ആർ ആൻഡ് മാസ് ഓഫ് ദി റിംഗ് ഈസ് ക്യാപിറ്റൽ എം. ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് എന്തുമാത്രം മാസ് കാണും അല്ലേ. there are numerous number of masses, then we denote each mass by say m1, this one is m2, this one is m3 and etc. Then all these masses are at the same distance r from the center അല്ലേ. കാരണം ഇത് at the എഡ്ജിലാണല്ലോ. അപ്പോൾ എഡ്ജ് പോയിന്റ് എന്ന് പറയുന്നത് സെൻട്രലിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് മാസ് കൺസിഡർ ചെയ്താലും അതിൻ്റെ മൊമെൻ്റ് ഓഫ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? ക്യാപിറ്റൽ ആർ, അതിൻ്റെ റേഡിയസ് തന്നെയായിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നോക്കിയേ. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമ്മൾ ആദ്യമേ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് സം ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. സം ചെയ്യാൻ പറ്റാത്തൊരു ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമുക്ക് ഇൻറ്റഗ്രേഷൻ ചെയ്യാം. പിന്നെ അത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കിയേ. ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എത്ര കിട്ടും? ഇറ്റ് ഈസ് m1 r square plus m2 r square plus m3 r square plus etc. is equal to m1 plus m2 plus m3 plus etc. into r square. So what is this value? m1 plus m2 അല്ല. m1 m2 ഒക്കെ ആ
റിങ്ങിലെ മാസസ് ആണ്. അപ്പോൾ m1 plus m2 plus m3 plus all the points അല്ലെ, all the point masses will give the total mass of the ring, that is capital M. So moment of inertia of a ring about an axis passing through its center and perpendicular to its plane is I is equal to mr square. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഡെറൈവ് ചെയ്തത്. വളരെ ഈസി ആയിട്ട് നമുക്കത് ഡെറൈവ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് കേസ്, രണ്ടാമത്തെ ആക്സിസ് ഏതാണെന്ന് ചോദിച്ചാൽ ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ അല്ലെ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ. അപ്പോൾ നമ്മൾ അടുത്ത ആക്സിസ് എന്ന് പറയുന്നത് ഡയമീറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ റിംഗ് എങ്കിൽ ഇതായിരിക്കില്ലേ അതിൻ്റെ ഡയമീറ്റർ. ഒരുപാട് ഡയമീറ്റേഴ്സ് ഉണ്ട്, ഇതുണ്ട്, ഒരുപാട് ഡയമീറ്റേഴ്സ് നമുക്ക് വരയ്ക്കാം. സോ ഒരു ഡയമീറ്റർ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതല്ലേ ഡയമീറ്റർ. അപ്പോൾ ഈ ബോഡി എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സിസ്, ദറ്റ് ഈസ് ഇറ്റ്സ് എ ഡയമീറ്റർ. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇതാണ് നമ്മുടെ ആക്സിസ്. ദെൻ ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെയായിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എങ്ങനെ വരയ്ക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ മായ്ക്കുകയാണ്. ഈ ആക്സിസിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് അറിയാം എത്രയാ, I is equal to m into r square. ഇത് ഡയമീറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഇങ്ങനെ വരും അല്ലേ, ഡയമീറ്റർ. AB എന്ന് വിളിച്ചു. അപ്പോൾ എബൌട്ട് ഡയമീറ്റർ ആണ് ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയായിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇനി നമുക്കിത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പാരലൽ ആക്സിസ് തിയറം വെച്ച്, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ച് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന വാല്യൂ എന്ന് പറയുന്നത് ഏതാ? ഈ വാല്യൂ ആണ് അല്ലേ. ഏത് ആക്സിസിൽ കൂടെയുള്ള വാല്യൂ? ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇതായിരിക്കും ഈ ആക്സിസ് അല്ലേ. ഈ ആക്സിസിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് അറിയാം എത്രയാ അത്? I is equal to mr square. ഇത് തന്നെ ഈ ആക്സിസ് കൂടിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയാം. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡയമീറ്റർ കൂടിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഓൾറെഡി നോൺ ആക്സിസും ഈ ഗിവൺ ആക്സിസും എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ അല്ലേ. ഇതാണ് ഓൾറെഡി നോൺ ആയിട്ടുള്ള ആക്സിസ്, നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയാവുന്ന ആക്സിസ്. ദെൻ ഇതോ, അത് ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ അല്ലേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം യൂസ് ചെയ്യാം. എന്താണ് ഈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം? ദാറ്റ് ഈസ് IZ is equal to IX plus IY അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇത് നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഇത് നമ്മുടെ Z ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ആക്സിസ് ആയിരിക്കും? X ആക്സിസ് ആയിരിക്കില്ലേ. അപ്പോൾ ഇത് നമ്മൾ Z ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? X ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന 3 ആക്സിസുകൾ വേണ്ടേ. അപ്പോൾ നിങ്ങൾ ആ തിയറം എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ എടുക്കുന്ന മൂന്നാമത്തെ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ Y ആക്സിസിന് ഇക്വലായിട്ടുള്ള ഒരു ആക്സിസ് അല്ലേ. ഇനി ഇതും എന്ത് തന്നെയാണ്? അപ്പോൾ ഞാൻ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ ഇത് രണ്ടും എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ തന്നെ ഇത് രണ്ടും എന്ത് തന്നെയാണ്? ഡയമീറ്റർ തന്നെയല്ലേ. എക്സ് ആക്സിസ് ആയാലും വൈ ആക്സിസ് ആയാലും അല്ലേ. നമ്മുടെ റിങ്ങിൻ്റെ സർഫസിലുള്ള എക്സ് ആണെങ്കിലും വൈ ആണെങ്കിലും അത് രണ്ടും എന്താണ്? ഡയമീറ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിന് വരെ എന്ത് എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു IZ. IZൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. ഇറ്റ് ഈസ് mr സ്ക്വയർ. ദെൻ IX ഉം IY ഉം സെയിം അല്ലേ.
നമുക്കതിനെ ഐ ഡി എന്ന് വിളിക്കാം. ഐ എക്സ് ഈസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഡയമീറ്റർ. ദെൻ ഐ വൈ ഈസ് ഓൾസോ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഡയമീറ്റർ. അപ്പോൾ എന്ത് കിട്ടി? ഇറ്റ് ഈസ് 2id. Therefore id is equal to mr square by 2. അപ്പോൾ ഇതാണ് moment of inertia of a ring about its diameter. So moment of inertia of a ring about an axis passing through its center and perpendicular to its plane എന്ന് പറയുന്നത് എത്രയാ? It is I is equal to mr square അല്ലേ? ഇനി ഡയമീറ്റർ ആണെങ്കിൽ എന്ത് കിട്ടും ആൻസർ? about diameter is equal to mr square by 2. ഇതാണ് moment of inertia of a ring എന്ന് പറയുന്നത്.